ഉള്ളിയേരി AUP സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, COVID-19 എന്ന മഹാമാരി ലോകമെങ്ങും കടുത്ത ആഘാതം സൃഷ്ടിച്ച ഒരു പശ്ചാത്തലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, സാമ്പത്തിക രംഗത്തും ഉൽപാദന രംഗത്തും നിർമ്മാണ രംഗത്തും എന്ന് തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും കനത്ത ആഘാതമാണ് ലോകമെങ്ങുമുള്ള മാനവരാശിക്ക് ഈ വലിയ ദുരന്തം വരുത്തിവെച്ചത്. അതിന്റെ ഓരോ ഇരകളുമായി നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലും ഓരോ വ്യക്തിയും ഓരോ കുടുംബവും ഓരോ രാജ്യവും ഇന്ന് അതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ചരിത്രത്തിൽ സമാനതകളുള്ള ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ലോകമഹായുദ്ധങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, പ്ലേഗ്, വസൂരി ഉൾപ്പെടെയുള്ള മഹാമാരികൾ, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് മാനവരാശി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ കാലവും മാറും. ഈ കാലത്തെയും ലോകമെങ്ങുമുള്ള മനുഷ്യൻ അതിജീവിക്കും. മലയാളികളും അതിജീവിക്കും. ആ അതിജീവനത്തിന്റെ ഒരു കരുത്ത് പകരുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ഏറ്റവും നല്ല ഒരു കാലത്തേക്കുള്ള ഒരു കരുതിവെപ്പായി, ഒരുപാട് സൂക്ഷിക്കലുകളായി, ഒരുപാട് അനുഭവങ്ങളായി ഈ കാലത്തെ മാറ്റിയെടുക്കണം എന്നാണ് എനിക്ക് ആദ്യമേ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പൊതുവെ മുതിർന്ന തലമുറയിലെ പഴയ ആൾക്കാർ പറയും, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭക്ഷണത്തിന്റെ വില അറിയില്ല, ഒരു ഷർട്ടിന്റെ ബട്ടൺ പോലും സ്വന്തമായി തുന്നിയെടുക്കാൻ അവർക്കറിയില്ല, ഒരു കാര്യവും സ്വന്തമായി ചെയ്യാൻ കഴിയാത്തവരാണ് പുതിയ കുട്ടികൾ, അവർക്ക് വലിയ അനുഭവമില്ല എന്നൊക്കെ. ഇങ്ങനെ മുതിർന്നവർ പറയുന്നതിന്റെ ഒരു കാരണം, പഴയ ആളുകളുടെയൊക്കെ ജീവിതം, നിങ്ങളുടെ അച്ഛനല്ല അതിനു മുമ്പുള്ള അച്ഛന്മാർ, അങ്ങനെ ഒരു പ്രത്യേകിച്ച് 1960-കൾക്ക് ശേഷമുള്ളവരാണെങ്കിൽ അന്ന് ലോകമഹായുദ്ധത്തിന്റെ വളരെ ദുരിതം പിടിച്ചൊരു നാളുകളാണ്. പിന്നീടും ഇന്നത്തെ പോലെ അത്ര സുഭിക്ഷമായ, ഒരുവിധം സുഭിക്ഷമായ കാര്യങ്ങളൊന്നും കിട്ടുന്ന ഒരു കാലമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഷർട്ടിന്റെ ബട്ടൺ തുന്നേണ്ട ആവശ്യമുണ്ടായിരുന്നു, അവരുടെ ഷർട്ടിന്റെ പോക്കറ്റ് തുന്നേണ്ട ആവശ്യമുണ്ടായിരുന്നു, അവരുടെ കുടയുടെ ഇല്ലി ഒടിഞ്ഞാൽ അത് നേരെയാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, അവരുടെ ചെരുപ്പ് പൊട്ടിയാൽ അത് തുന്നേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇങ്ങനെ തനിക്കുള്ള ആവശ്യങ്ങൾ, തനിക്കുള്ള സാധനങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കാനും വീണ്ടും ഉപയോഗിക്കാനും ഒക്കെ ഈ ഒരു ആവശ്യബോധം പഴയ ആളുകളെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചിരുന്നു. എന്നാൽ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഒരു പരിധിവരെ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും കടന്നു വന്നിട്ടുണ്ടാവില്ല. എന്നാൽ പുതിയ ഇന്നത്തെ ഈ ഒരു കാലം, ഇന്നത്തെ ഈ ഒരു ദുരിതകാലം നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു പുതിയ ജീവിത രീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലത്തിനനുസരിച്ച് നമ്മൾ കുറെ കൂടി ജാഗ്രതയോടുകൂടി ജീവിത പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സംസ്കാരം ഓരോ കുട്ടിയുടെയും, ഉള്ളിയേരി AUP സ്കൂളിലെ ഓരോ കുട്ടിയുടെയും വീട്ടിൽ നിന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടങ്ങണം. മുതിർന്നവർക്ക് നിങ്ങൾ കൂടി ഒരു പാഠമായി മാറണം എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ഈ ലോകം, നാളെയുടെ ലോകം നിങ്ങളുടെ കൈകളിലാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചുപയോഗിക്കേണ്ടതിന്റെ, പ്രകൃതി വിഭവങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കേണ്ടതിന്റെ, പ്രകൃതി വിഭവങ്ങൾ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ച് വലിയ ആലോചനകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. വെള്ളം പാഴാക്കുന്നതിനെ കുറിച്ച് പഠിക്കുക മാത്രമല്ല, വെള്ളം പാഴാക്കാതിരിക്കാനുള്ള ഒരു ജീവിത രീതി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഭക്ഷണം പാഴാക്കുന്നതിനെ കുറിച്ച്, അതിനെക്കുറിച്ചൊരു ഉപന്യാസം എഴുതുന്നതിനപ്പുറം സ്വന്തം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം പാഴാക്കാതിരിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുപോലെ തന്നെ മണ്ണിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഉൽപാദന രംഗത്ത്, നിർമ്മാണ രംഗത്ത് ഈ ഒരു ബഹുമുഖ പ്രതിഭ എന്നാണ്, മൾട്ടിപ്പിൾ ജീനിയസ് എന്നാണ് കുട്ടിയെ കുറിച്ച് പറയുക. എത്രമാത്രം കഴിവുകളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു A4 പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ കഴിവുകൾ ഒന്ന് ലിസ്റ്റ് ചെയ്താൽ, പട്ടികയിലാക്കിയാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ, അസാധ്യമായ കഴിവുകളെ കുറിച്ച് അറിയാൻ പറ്റും. നമുക്ക് ഓരോരുത്തർക്കുമുള്ള കഴിവുകൾ, ആ കഴിവുകളിലും ഓരോന്നോരോന്നായി പരിപോഷിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള
ഒരു സാധ്യതയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നന്നായി വായിക്കാൻ, നന്നായി കാണാൻ, നന്നായി കേൾക്കാൻ, നന്നായി നിരീക്ഷിക്കാൻ, നന്നായി ജീവിത പാഠങ്ങൾ പഠിക്കാൻ ഒക്കെ നിങ്ങൾക്ക് സാധിക്കണം. വീട്ടുകാരെ സഹായിക്കുന്നതിന്, സ്വയം പര്യാപ്തത കൈവരിക്കുന്നത്, അതാണ് എല്ലാ കാര്യത്തിലും മറ്റൊരാളെ ആശ്രയിക്കുന്നതിന് ഉപരി നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്ന ഒരു പുതിയ ജീവിത പാഠം പഠിക്കാൻ ഈ കോവിഡ് കാലം നിങ്ങൾക്ക് അവസരമൊരുക്കട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രീതിയും നമ്മുടെ കാഴ്ചപ്പാടുമൊക്കെ ഒരു ആഗോള തലത്തിലേക്കാണ് വരുന്നത്. തീർച്ചയായും അത് അങ്ങനെ തന്നെ ആവുകയും വേണം. പക്ഷെ അതോടൊപ്പം തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്ത് എല്ലാം വീട്ടിലെത്തുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് മാറാനുള്ള ഒരു അവസരം കൂടിയാണിത്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള പ്രാദേശികമായ ഉൽപ്പന്നങ്ങളെ കുറിച്ച് അറിയുകയും ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും ആ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള പ്രേരണ ഉണ്ടാവുകയും ചെയ്യണം. പലപ്പോഴും നമ്മുടെ മേളകളൊക്കെ തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശന വസ്തുവായി മാത്രം മാറുകയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു സ്കൂളിൽ, നമ്മുടെ സബ് ജില്ലയിലല്ല, മറ്റൊരു സ്കൂളിലെ ഇതേപോലെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഞാൻ ആ കുട്ടികളോട് വെറുതെ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഒരു ചൂലെങ്കിലും, ഒരു ഈർക്കിൽ ചൂലെങ്കിലും ഉണ്ടാക്കിയാൽ നന്നാവും, അങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് നിങ്ങൾ തുടക്കം കുറിക്കൂ എന്ന് ഞാൻ വെറുതെ സാന്ദർഭികമായി പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ദിവസം അവിടുത്തെ ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞു, എല്ലാ കുട്ടികളും സ്വന്തമായി മനോഹരമായ ചൂലുകൾ, ഈർക്കിച്ചൂലുകൾ ഉണ്ടാക്കി വാട്സപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് കുറെ ചിത്രമൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഈ രീതിയിൽ എനിക്ക് തോന്നി അതൊരു നിർമ്മാണ പ്രവർത്തനമാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈർക്കിൽ കൊണ്ട് മനോഹരമായ കൊട്ടാരങ്ങൾ വരെ ഉണ്ടാക്കുന്ന നിർമ്മാണ വൈദഗ്ധ്യം ഒരുപക്ഷെ യൂട്യൂബിലും നിങ്ങൾ കാണാം, ഇതുപോലുള്ള മേളകളിലും നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ശാസ്ത്രമേളകളും സാമൂഹ്യ ശാസ്ത്രമേളകളും പ്രവൃത്തി പരിചയ മേളകളും ഒക്കെ തന്നെ ഈ തരത്തിൽ നമ്മുടെ പ്രാദേശികമായ ഉൽപ്പന്നങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലൂടെ മാറ്റാൻ പുതിയ കാലം നമ്മെ പഠിപ്പിക്കും. അപ്പൊ നേരത്തെ ഇത് ഒരു സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി, ഒരു സമ്മാനം കിട്ടുന്നതിന് വേണ്ടിയായിരുന്നെങ്കിൽ ഇന്ന് നാം പഠിച്ചിരിക്കുന്നു ഇത് നമ്മുടെ ജീവിതത്തിനു കൂടി വേണ്ടിയാണ്. ഒരുപക്ഷെ കോവിഡ് പ്രതിരോധത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന മഞ്ഞൾ കൃഷി, അവിടെയും ഈ രണ്ട് കൊല്ലം മുമ്പ് പൂനൂര് വെച്ച് ഒരു യോഗം നടന്നപ്പോഴേ ഞാനത് ടീച്ചറോടൊക്കെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പൂനൂര് വെച്ച് ഇതേപോലെ LSS USS വിജയികളെ അനുമോദിച്ച ഒരു യോഗത്തില് അവിടെ ഒരു രക്ഷിതാവ് പറഞ്ഞതാണ്, എന്റെ കുട്ടിക്ക് മഞ്ഞളിലും ചേമ്പിന്റെയും വിത്ത് അറിയില്ല, നടാൻ വേണ്ടി പോയപ്പോൾ ഇത് ഏതാണ് മഞ്ഞൾ, ഇത് ഏതാണ് ചേമ്പ് എന്ന് ചോദിച്ചു എന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു രക്ഷിതാവ് പറഞ്ഞതാണ്. അപ്പോഴേ ഈ ഒരു സമയത്ത് മഞ്ഞൾ എന്ന് പറയുന്ന ഒന്ന്, കുരുമുളക് തുടങ്ങി നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പ്രാദേശികമായി നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്ന, അപ്പൊ മുമ്പുള്ള തലമുറകളൊക്കെ കുറെ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുക മാത്രമാണ്. നിങ്ങൾക്ക് ആ മഞ്ഞളിനെ കുറിച്ച് ഇന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള സംവിധാനമുണ്ട്. അതിന്റെ എല്ലാവിധ ശാസ്ത്രീയ വശങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് വളരെ സയന്റിഫിക്കായി ശാസ്ത്രീയമാവുകയും കൂടി ചെയ്യാൻ നമുക്ക് ഇന്ന് സാധ്യതയുണ്ട്. അപ്പൊ നേരത്തെ നമ്മുടെ പഴയ കർഷകർ, നമ്മുടെ മിടുക്കരായ കർഷകർ അത്തരത്തിലൊരു ശാസ്ത്രീയ ബോധം അവരുടെ ഒരു അനുഭവ പരിസരത്തിൽ നിന്നുകൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അത് ഏറ്റവും വിപുലപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരുപാട് കാർഷിക മേഖലയിലേക്ക് തിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ധാരാളം മഞ്ഞൾ, അതുപോലെ തന്നെ കുരുമുളക്, അതുപോലെ തന്നെ നെല്ലിക്ക, വൈറ്റമിൻ സി, നെല്ലിക്ക, ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും ഒക്കെ കടന്നു പോകാൻ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇത്തരം മേളകളിൽ വളരെ പ്രോജക്റ്റ് ആയിട്ട് വരും നമ്മുടെ വേസ്റ്റേജിനെ കുറിച്ചൊക്കെ. ഭക്ഷണം, ഒരു സ്കൂളിൽ എത്ര ഭക്ഷണം വേസ്റ്റ് ആവും എന്നുള്ള വലിയ കണക്കൊക്കെ അവതരിപ്പിക്കും. പക്ഷെ ഈ പ്രബന്ധം അവതരിപ്പിക്കുന്ന കുട്ടിയും ഈ ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന ഒരു കുട്ടിയായിരിക്കും. അതൊരു സ്കോറിന് വേണ്ടി ചെയ്യാം. അപ്പൊ നിങ്ങൾ ഉള്ളേരിയ UP സ്കൂളിലെ കുട്ടികൾ ഈ ഒരു പരിപാടിയോടുകൂടി ഒരു തീരുമാനമെടുക്കുക, ഒരിക്കലും ഭക്ഷണം വേസ്റ്റ് ആക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുപാടുമുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ച്, അതിന്റെ നിർമ്മാണത്തെ കുറിച്ച്, അത് കൃഷി ചെയ്യുന്ന രീതികളെ കുറിച്ച് കൂടുതൽ അറിവുണ്ടാക്കാൻ സാധിക്കണം. പരമാവധി നമ്മുടെ കുടയാവട്ടെ, നമ്മുടെ ചെരുപ്പാവട്ടെ, നമ്മുടെ ഷർട്ടാവട്ടെ, പരമാവധി ഉൽപ്പന്നങ്ങൾ പരമാവധി കാലം ഉപയോഗിക്കാനും പുനരുപയോഗിക്കാനുമുള്ള സാധ്യതയുണ്ടാവണം. നമുക്കറിയാം, നിങ്ങളെ ഉള്ളേരിയ UP സ്കൂളിലെ കുട്ടികളൊക്കെ വ്യത്യസ്ത സാമ്പത്തിക ചുറ്റുപാടുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തീരുമാനം നിങ്ങൾക്കൊക്കെ എടുക്കാം. വളരെ നല്ല സാമ്പത്തിക നിലയിലുള്ള കുട്ടികളൊക്കെ തന്നെ അവരുടെ വസ്ത്രങ്ങളൊക്കെ ഒരുപക്ഷെ അവർ കുറച്ച് കഴിഞ്ഞാൽ അവരൊക്കെ മാറ്റി വെക്കും. പക്ഷെ ആ വസ്ത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വേറെ കുറെ കുട്ടികളുണ്ടാവും.
അപ്പൊ അതുകൊണ്ട് അത്തരം വസ്ത്രങ്ങളൊക്കെ അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് നഷ്ടപ്പെടുത്താതെ അത് നന്നായിട്ട് കഴുകി അലക്കി തേച്ച് പാക്കറ്റാക്കി വെച്ച് അത് ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ സ്കൂളിലൊക്കെ അറിയിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം നിങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തു. തുണിസഞ്ചി അടിച്ച് വിതരണം ചെയ്തു. ആ ഒരു പ്രവർത്തനത്തിന്റെ തുടർ പ്രവർത്തനമായിട്ട് വീടുകളിലൊക്കെയുള്ള ഇത്തരം തുണികളൊക്കെ ആ രീതിയിൽ പുനരുപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടാക്കണം. അങ്ങനെ ഈ ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ മേള ജീവിതത്തിന്റെ കൂടി ഭാഗമാക്കുക എന്നുള്ളതാണ് ഈ കോവിഡ് കാലത്ത് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു ശ്രമം. ആ രീതിയിൽ അതിനെ കാണണം. അങ്ങനെ ഉള്ളിയ UP സ്കൂളിലെ ഏറ്റവും മിടുക്കികളായ കുട്ടികൾ ഒന്നുകൂടി നിങ്ങൾ കാണുക. പഠിപ്പിസ്റ്റുകൾ മാത്രമല്ല, ഇത്തരം മേളകളിലൂടെ രംഗത്ത് വരിക. ഒരു പക്ഷേ നിങ്ങൾ ഒരു വിഷയത്തിൽ പഠനത്തിൽ അല്പം പിന്നിലാണെങ്കിലും നിങ്ങൾ ഓരോരുത്തരിലും ഇതിൽ ഏതെങ്കിലും ഒരു കഴിവുണ്ടാവും. നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിന്റെ മേളയുടെ ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്കൊരു തുന്നാനുള്ള കഴിവ്, ഒരു സൂചി കോർക്കാനുള്ള കഴിവ് അതുപോലും അംഗീകരിക്കപ്പെടുകയാണ്. എല്ലാ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അംഗീകരിക്കപ്പെടുകയാണ്. അപ്പം നിങ്ങൾക്ക് സ്വതന്ത്രമായി വീട്ടിലിരുന്നു കൊണ്ട് തെങ്ങോല കൊണ്ടോ പനയോല കൊണ്ടോ അല്ലെങ്കിൽ കൈതോല കൊണ്ടോ അല്ലെങ്കിൽ വാഴനാര് കൊണ്ടോ അല്ലെങ്കിൽ ഇർക്കില് കൊണ്ടോ അങ്ങനെ എന്തൊക്കെ കടലാസ് കൊണ്ടോ എന്തൊക്കെ സാധനങ്ങൾ വൈവിധ്യമാർന്ന സാധനങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയ മാതൃകകൾ കാണുക, മുതിർന്നവരുടെ അടുത്ത് നിന്ന് പഠിക്കുക. അതൊരു സ്വയം ഒരു കരകൗശല ഒരു പരീക്ഷയ്ക്ക് മാർക്ക് നേടാൻ അല്ലെങ്കിൽ ഒരു മേളയിൽ സ്റ്റാർ ആവാൻ എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ പകർത്തി കൊണ്ടുപോകാനുള്ള ഒരു വിശ്രമ വേളകളിൽ കൊണ്ടുപോകാനുള്ള ഒരു ഹോബിയായിട്ട് അത് നിങ്ങൾക്ക് മാറ്റാം. അത് നമുക്ക് ജീവിക്കാനുള്ള ഒരു സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടിയുള്ള ഒന്നാക്കി മാറ്റാം. ആ രീതിയിൽ വളരെ അർത്ഥവത്തായ ഒരു മേളയാക്കി ഈ മേള മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഉള്ളിയേരി UP സ്കൂളിലെ ഈ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും പ്രത്യേകിച്ച് അകമഴിഞ്ഞ പിന്തുണ, രക്ഷിതാക്കളുടെ പിന്തുണയാണ് ഈ സമയത്ത് ആവശ്യം. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ അവർക്കറിയാം, അവരുടെ മനസ്സിൽ അടയാളപ്പെടുത്തും 2020 ശാസ്ത്രമേളയുടെ ഈ ഒരു നടത്തിപ്പ് രീതി. അതുകൊണ്ട് തന്നെ കുറെ കാലത്തിന് ശേഷം 10, 20, 25 വർഷങ്ങൾക്ക് ശേഷം അവരുടെ മനസ്സിൽ ഒരു നല്ല ഓർമ്മയായിരിക്കും. അന്ന് കൗതുകകരമായ ഒരു ഓർമ്മയായിരിക്കും ഇത്. കാരണം ഇതൊക്കെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ആ രീതിയിൽ ഇപ്പോഴെയുള്ള പ്രയാസങ്ങളൊക്കെ, വീട്ടിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. അതൊരിക്കലും നിങ്ങളുടെ ഒരു വീട്ടിലെ ഒരാളുടെ പ്രയാസമല്ല, അത് ലോകമെങ്ങുമുള്ള പ്രയാസമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കാൻ, ഇത്തരം പ്രയാസങ്ങളെ അതിജീവിച്ചവരാണ് ലോകത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ചവർ എന്നുകൂടി മനസ്സിലാക്കി ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ ഈ പ്രവർത്തനം നടത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിരാമി. നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ലളിതമായ സംയോജിത കൃഷി രീതിയെ കുറിച്ചാണ് ഞാൻ വിവരിക്കാൻ പോകുന്നത്. എന്താണ് സംയോജിത കൃഷി രീതി? ഒരു കൃഷി മറ്റൊരു കൃഷിക്ക് ഗുണമാകുന്ന രീതിയിൽ ഒന്നിലധികം കൃഷികൾ യോജിപ്പിച്ച് ചെയ്യുന്ന കൃഷിയാണ് ഇത്. ഇതാ നോക്കൂ, ഇതെന്റെ കൊച്ചു വീട്. ഞാൻ ഇവിടെ ചെയ്തത് പശു വളർത്തൽ, താറാവ് വളർത്തൽ, മത്സ്യകൃഷിയും കൂടാതെ കരനെൽ കൃഷിയും. ഇത് ഞാനൊന്ന് വിവരിക്കാം. പശു വളർത്തലിലൂടെ ശുദ്ധമായ പാൽ എനിക്ക് കിട്ടുന്നു. കൂടാതെ ചാണകം, പശുവിന്റെ മൂത്രം എന്നിവ തൊട്ടടുത്ത് നിർമ്മിച്ച ബയോഗ്യാസ് പ്ലാന്റിലേക്ക് കടത്തിവിട്ട് വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് നിർമ്മിക്കുന്നു. ശേഷം ഈ ചാണക മിശ്രിതം വളമായി നെൽകൃഷിക്കും മറ്റു പച്ചക്കറികൾക്കും ഉപയോഗിക്കുന്നു. മത്സ്യകൃഷി ചെയ്യുന്ന കുളത്തിന്റെ മുകളിലായിട്ടാണ് താറാവിനെ വളർത്തുന്നത്. താറാവിന്റെ കാഷ്ടം കുളത്തിൽ വീഴാനും പാലും മറ്റ് ജലസസ്യങ്ങളും വളരാൻ ഇത് വളരെ സഹായിക്കുന്നു. ഇത് മത്സ്യങ്ങൾ വളരാൻ ഗുണം ചെയ്യുന്നു. ഈ മത്സ്യങ്ങളെ താറാവിന് ഭക്ഷണമാകുന്നു. ഇവിടെ ഒരു മഴവെള്ള സംഭരണിയുണ്ട്. ഇത് വേനലിലെ ജലക്ഷാമത്തെ ഒരു പരിധി വരെ തടയുന്നു. കൂടാതെ ഒരു ജൈവ കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്.
എല്ലാവരും ശ്രമിച്ചാൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറക്കാം. വിഷാംശമല്ലാത്ത ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടെ ജീവിക്കാം. നന്ദി, നമസ്കാരം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സാന്ദ്രതയുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങളാണ്. ഒന്നാമത്തെ പരീക്ഷണം മണ്ണെണ്ണയും വെള്ളവും. ആവശ്യമായ സാമഗ്രികൾ: മണ്ണെണ്ണയും വെള്ളവും ഒരേ അളവിലെടുത്തിട്ടുണ്ട്. പിന്നെ പരീക്ഷണത്തിന് ഭംഗി കൂട്ടാനായി കുറച്ച് കളർ വെള്ളവും ഒരു ഗ്ലാസും. ആദ്യം ഒരു വെള്ളമെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു. പരീക്ഷണത്തിന് ഭംഗി കൂട്ടാനായി ഞാൻ ഇത്തിരി കളർ വെള്ളവും ഒഴിക്കുകയാണ്. ഇനി വെള്ളത്തിന്റെ അതേ അളവിൽ എടുത്തിട്ടുള്ള മണ്ണെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മണ്ണെണ്ണ മുകളിലായി കാണപ്പെടുന്നു, വെള്ളം അടിയിലും. ഇതിനുള്ള കാരണം സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ്. ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് സാന്ദ്രത. ഒരേ അളവിൽ എടുക്കുന്ന വസ്തുക്കളുടെ വോളിയം തുല്യമായിരിക്കും, പക്ഷേ മാസ് വ്യത്യാസമായിരിക്കും. അപ്പോൾ സാന്ദ്രതയിലും വ്യത്യാസം വരും. മണ്ണെണ്ണയും വെള്ളവും ഒരേ അളവിൽ എടുക്കുമ്പോൾ അതിന്റെ വോളിയം തുല്യമായിരിക്കും, പക്ഷേ വെള്ളത്തിന് മാസ് കൂടുതലാണ്. അപ്പോൾ സാന്ദ്രതയും കൂടുതലാണ്. സാന്ദ്രത കൂടുതലുള്ള വെള്ളം അടിയിൽ നിൽക്കുന്നു, സാന്ദ്രത കുറവുള്ള മണ്ണെണ്ണ മുകളിൽ നിൽക്കുന്നു. പരീക്ഷണം 2. പൊങ്ങിക്കിടക്കുന്ന മുട്ട. ആവശ്യമായ സാമഗ്രികൾ: 2 മുട്ട, 2 ഗ്ലാസ്. ഇതിൽ ഒരു ഗ്ലാസ്സിൽ ഉപ്പ് വെള്ളവും ഒരു ഗ്ലാസ്സിൽ സാദാ വെള്ളവും. ഈ 2 ഗ്ലാസ്സിലേക്കും ഞാൻ ഓരോ മുട്ട വീതം ഇറക്കി വെക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഉപ്പ് വെള്ളത്തിൽ മുട്ട പൊങ്ങിക്കിടക്കുന്നു, സാദാ വെള്ളത്തിൽ മുട്ട താഴ്ന്നു കിടക്കുന്നു. ഇതിനുള്ള കാരണം ഉപ്പ് വെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ടാണ് മുട്ട ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. ചാവുകടലിൽ ആളുകൾ പൊങ്ങിക്കിടക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. പരീക്ഷണം 3. തേനും വെള്ളവും മണ്ണെണ്ണയും. ആവശ്യമായ സാമഗ്രികൾ: ഒരേ അളവിലെടുത്ത മണ്ണെണ്ണ, തേൻ, കളർ വെള്ളം. ആദ്യമായി കളർ വെള്ളം ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അതിലേക്ക് തേൻ ഒഴിക്കുകയാണ്. അടുത്തതായി മണ്ണെണ്ണ ഒഴിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇത് എന്തായാണ് കാണുന്നത്? ഇത് 3 ലെയർ ആയാണ് നിൽക്കുന്നത്. തേൻ അടിയിലും മണ്ണെണ്ണ മുകളിലും വെള്ളം നടുക്കും. ഇതിനുള്ള കാരണം സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ തേൻ അടിയിൽ നിൽക്കുന്നു, സാന്ദ്രത കുറഞ്ഞ മണ്ണെണ്ണ മുകളിൽ നിൽക്കുന്നു. നമസ്കാരം. പാസ്കൽ നിയമം അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. പാസ്കൽ നിയമം എന്നാൽ ഒരു അടച്ചുവച്ച ദ്രാവകത്തിൻ്റെ പുറത്തു നിന്നും ഒരു മർദ്ദം പ്രയോഗിച്ചാൽ ആ മർദ്ദം എല്ലാ പോയിന്റിലേക്കും തുല്യമായി വ്യാപിക്കും. ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് ഞാൻ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിതൊന്നുകൂടി കാണിക്കാം. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളിവിടെ കാണിക്കാൻ വന്നത് ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ. കൈകൊണ്ട് തൊടാതെ സാനിറ്റൈസർ എടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ആണിത്. ഇത് സെൻസറിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാനിറ്റൈസർ മെഷീൻ ആണിത്. കൊറോണ വൈറസ് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് ഇക്കാലത്ത് മാസ്ക് ധരിക്കലും
ഇത് നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ: മോട്ടോർ, സെൻസർ സർക്യൂട്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽ, സാനിറ്റൈസർ ആൻഡ് ഹാർഡ് ബോർഡ്. ത്തിന്റെ ഭാഗമാക്കിയാൽ ഇത്തരം രോഗങ്ങളിൽ നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയും. കൊറോണ മുക്തമായ ഒരു സുന്ദര നമസ്തേ, ഞാൻ ധ്രുവൻ. ശാസ്ത്രമേളയോടനുബന്ധിച്ച് റെയിൻ ഹാർവെസ്റ്റിംഗ് അഥവാ മഴവെള്ളക്കൊയ്ത്തിന്റെ ഒരു സ്റ്റിൽ മോഡലാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണല്ലോ ശുദ്ധജല ദൗർലഭ്യം. 6 മാസം ശക്തമായ മഴ ലഭിക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ട് ശുദ്ധജലം ലഭിക്കുന്നില്ല? ഭൂമിയിൽ പതിക്കുന്ന വെള്ളത്തിന്റെ 3/4 ഭാഗവും ഒഴുകിപ്പോകുന്നു. അതായത് ഭൂമിക്ക് വെള്ളം കിട്ടുന്നില്ല. അതുകൊണ്ട് മഴവെള്ള സംഭരണി മുഖേന ശുദ്ധീകരിച്ച ജലം കിണറിന് നൽകിയും മഴക്കുഴികൾ നിർമ്മിച്ചും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. അതായത് മഴവെള്ളക്കൊയ്ത്ത്. മഴവെള്ളക്കൊയ്ത്തിന്റെ അതായത് റെയിൻ ഹാർവെസ്റ്റിംഗിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് ഞാനൊന്ന് വിവരിക്കാം. ആദ്യത്തെ 1-2 മഴ നമ്മൾ ഈ പാത്തി വഴി ഈ മഴക്കുഴിയിലേക്ക് എത്തിക്കുന്നു. കാരണം അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളാലും നമ്മുടെ വീടിന്റെ മേൽക്കൂരയിലുള്ള പായലും മറ്റു മാലിന്യങ്ങളാലും ആ ജലം അശുദ്ധമായിരിക്കും. പിന്നീടുള്ള ഓരോ മഴയും ഈ പാത്തി വഴി നമ്മൾ ഫിൽട്ടറിലേക്ക് എത്തിച്ച് ആ ജലം ശുദ്ധീകരിക്കപ്പെട്ട് ടാങ്കിൽ നിറയുന്നു. ഈ ഫിൽട്ടറിൽ ശുദ്ധീകരിക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ കരിക്കട്ട, പൂഴിമണൽ, ഓട്ടിൻ കഷ്ണം എന്നിവയാണ്. വേനൽക്കാലത്ത് നമുക്ക് ഈ ജലം ഈ പൈപ്പ് വഴി കിണറിലേക്ക് നൽകാവുന്നതാണ്. കൂടാതെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ ഈ മഴക്കുഴികൾ നിർമ്മിച്ചും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. Good morning all. I am Devananda TK. I am studying in Ulleriya UP School 6th A class. Today I am going to present here my social science project. It is a still model of a solar system. Including a sun and 8 planets that revolving around the sun and their satellites are called solar system. This is sun. It is the only star in the solar system. This is Mercury. It is the smallest planet in the solar system. It has no satellites. This is Venus. It is the brightest planet in the solar system and hottest too. It also has no satellites. This is Earth, where we live. It is blue in color when we view it from space. It is the only planet where life is found to exist. This is Mars. It has 2 satellites. There are traces of water flow in ancient times discovered. This is Jupiter. It is the biggest planet in the solar system. It has more than 60 satellites and 12 years to revolve around the sun. This is Saturn. It has a ring around and more than 30 satellites.
This is Uranus. It has more than 25 satellites and 84 years to revolve around the Sun. It is known as green planet. And this is the last planet in our solar system. This is Neptune. It has more than a dozen satellites and 164 years to revolve around the Sun. Thank you. A very good morning to the respected teachers and my dear friends. Now I am presenting a speech about the conflicts that faced by the children during COVID-19. We have now COVID-19 is a new disease that came about in December 2019. The disease comes from a virus called coronavirus, which was found in China. Unfortunately, it was spread across the whole world. Millions of children are staying at home with their family, with their caregivers, with their extended family. The first thing is this is a time of tremendous loss and change. So there is no school, parents have no work. This is the worry about illness and every family stuck at home. Now children are physically safe, but they are not safe by mentally. And in the early days, children are seen to be irritable and anxious, sleeping, and some behavioral issues and depression. Italian survey finds children are more anxious and due to the coronavirus and lockdowns. So children in this time they are going to school and they want to go to school and play and cooperate with their friends and interact with their teachers. And nowadays the stocking for this purpose and everything focused on the virtual platform like Google Meet, YouTube, Zoom meeting and daily classes conducted on television. These methods of study is very harmful to the physical and mental health. Their eyes and brain become less powerful by using these gadgets like mobile phone and television. So we can pray for to change the pandemic situation and for a better upcoming days. Thank you. Hello friends, good morning to you all. Today is our science expo, isn't it? Now I am presenting a skill model in maths. This is a geometrical pyramid like the Eiffel Tower. Do you know Eiffel Tower? Yeah, it's one of the 7 world wonders. This is made up of so many geometrical shapes such as semicircle, rectangle, trapezium, cuboid, triangle, square, cone, etc. This is very helpful to learn geometrical shapes very easily. I am stopping my words. Thank you. നമസ്കാരം, എൻ്റെ പേര് അത് കൃഷ്ണ. ഞാൻ 7 പേരിൽ പഠിക്കുന്നു. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ബഹുഭുജ കോണുകളും തുകയുമാണ്. ഇത് ത്രികോണം. ത്രികോണത്തിന് 3 കോണുകളാണ് ഉള്ളത്. ഞാൻ 3 കോണുകളും പല അളവിലെടുത്ത് ഒരേ ആരത്തിൽ വെട്ടിച്ചേർത്തപ്പോൾ എനിക്ക് 180 ഡിഗ്രി ഒരു അർദ്ധവൃത്തം ലഭിച്ചു. അങ്ങനെ ഞാൻ ത്രികോണം മനസ്സിലാക്കിയത് 3 കോണുകൾ പല അളവിലെടുത്താലും അത് വെട്ടിച്ചേർക്കുമ്പോൾ നമുക്കൊരു അർദ്ധവൃത്തം ലഭിക്കും. ഇത് ചതുർഭുജം. ചതുർഭുജത്തിന് 4 കോണുകളാണ് ഉള്ളത്. 4 കോണുകൾ ചേർത്ത് വെക്കുമ്പോൾ 4 കോണുകൾ ഒരേ ആരത്തിൽ വെട്ടിച്ചേർത്ത് വെക്കുമ്പോൾ എനിക്ക് 360 ഡിഗ്രി ലഭിക്കും. അങ്ങനെ ഒരു വൃത്തം ലഭിക്കും. ഇത് പഞ്ചഭുജം. പഞ്ചഭുജത്തിന്
കോണുകളാണ് ഉള്ളത്. 5 കോണുകൾ ഒരേ ആരത്തിൽ പല അളവിൽ വെട്ടിച്ചേർത്തപ്പോൾ എനിക്ക് ഒരു വൃത്തവും ഒരു അർദ്ധവൃത്തവും ലഭിച്ചു. ഇത് ഷഡ്ഭുജം. ഷഡ്ഭുജത്തിന് 6 കോണുകളാണ് ഉള്ളത്. 6 കോണുകൾ ഒരേ അളവിൽ ഒരേ ആരത്തിൽ വെട്ടിച്ചേർത്തപ്പോൾ എനിക്ക് 2 വൃത്തങ്ങൾ ലഭിച്ചു. ഇതിലൂടെ ഞാൻ മനസ്സിലാക്കിയത് രൂപങ്ങളുടെ കോണുകൾ കൂടുന്തോറും കോണുകളുടെ തുകയും വർദ്ധിക്കും. അതിപ്പം സപ്തഭുജമായാൽ സപ്തഭുജത്തിന് 7 കോണുകളുണ്ട്. 7 കോണുകൾ വെട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് 900 ഡിഗ്രി കിട്ടും. നന്ദി. Hi friends, I'm Sharanti. Today I am going to introduce you geometrical shapes. The first one is square, second one is oval, third one is hexagon, fourth one is circle, fifth one is pentagon, sixth one is rectangle, seventh one is octagon, eighth one is triangle. Thank you friends. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്നിവിടെ 4 മാത്സ് പസിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യമായി ആദ്യത്തിലേക്ക് പോവാം. 15 × 15 225, 25 × 25 625, 35 × 35 1225, 45 × 45 2025. അങ്ങനെയാണെങ്കിൽ 55 × 55 എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇതിലെല്ലാം തന്നെ അവസാന 2 അക്കങ്ങൾ തമ്മിൽ ഗുണിച്ച് 25 കിട്ടുന്നു. ഇനി ആദ്യത്തിലേക്ക് പോവാം. ഈ 1നോട് 1 കൂട്ടുമ്പോൾ 2 കിട്ടുന്നു. ഈ 2നോട് 1 ഗുണിച്ച് ഉത്തരം എഴുതുക. അതുപോലെ തന്നെയാണിതും. ഈ 2നോട് 1 കൂട്ടുമ്പോൾ 3 കിട്ടുന്നു. ഈ 3ഉം 2ഉം തമ്മിൽ ഗുണിച്ച് 6 ലഭിക്കുന്നു. അതുപോലെ ഇതും ചെയ്യാം. 5നോട് 1 കൂട്ടുമ്പോൾ 6 കിട്ടുന്നു. ഈ 6ഉം 5ഉം തമ്മിൽ ഗുണിച്ച് 30 കിട്ടുന്നു. അതായത് 3025. ഇനി നമുക്ക് അടുത്ത പസിലിലേക്ക് പോവാം. 1 + 4 5, 2 + 5 12, 3 + 6 21, 8 + 11 എത്രയാണെന്ന് നോക്കാം. അതായത് 1 + 4 5. ഈ 5നോട് 2 കൂട്ടി 7 കിട്ടുന്നു. ഈ 7ഉം 5ഉം കൂട്ടി 12 കിട്ടുന്നു. ഇനി ഈ 12നോട് 3ഉം 6ഉം കൂട്ടി 21 ലഭിക്കുന്നു. ഈ 21നോട് 8ഉം 11ഉം കൂട്ടിയാൽ നമുക്ക് 40 ലഭിക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും എളുപ്പമായ ഒരു പസിലിലേക്ക് പോവാം. അതായത് 22 + 4 24, 13 + 6 16, 80 + 2 82, 67 + 9 എത്രയാണെന്ന് നോക്കാം. അതായത് ഇവ രണ്ടും ഈ 2 അതുപോലെ തന്നെ ഇവിടേക്ക് എടുത്തെഴുതുക. അതുപോലെ തന്നെയാണ് ഈ 4 അതുപോലെ എഴുതുമ്പോൾ നമുക്ക് 24 ലഭിക്കുന്നു. ഇനി ഇത് അതുപോലെ തന്നെയാണ് ഇതും. ഈ 1 അതുപോലെ ഇവിടേക്ക് എഴുതുക. അതുപോലെ തന്നെ ഈ 6 അതുപോലെ എഴുതുക. അങ്ങനെ തന്നെയാണ് ഇതും. ഈ 6 ഇതുപോലെ ഇവിടെ എഴുതുക. പിന്നെ ഈ 9 അതുപോലെ ഇവിടെ എഴുതുക. അതായത് 69. ഇനി നമുക്ക് അടുത്ത ഒരു പസിലിലേക്ക് പോവാം. ഇവിടെ 8 എട്ടുകളാണുള്ളത്. ഇത് നിങ്ങൾക്ക് ഗുണിക്കാം, ഹരിക്കാം, കുറയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതിന് ഉത്തരം 1000 ആയിരിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ 4 എട്ടുകൾ കൂട്ടുമ്പോൾ നമുക്ക് 40 ലഭിക്കുന്നു. ഈ 5 എട്ടുകൾ കൂട്ടുമ്പോൾ നമുക്ക് 40 ലഭിക്കുന്നു. 40ന് 0 ബാക്കി 4. പിന്നെ ഈ 8ഉം 8ഉം 16, 16ഉം 4ഉം 20. ഈ 8ഉം 2ഉം 10, അതായത് 1000. അങ്ങനെയാണ് ഇവിടെ ഈ 1000 ലഭിക്കുന്നത്.